ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷഫലങ്ങളാണ്. അനിഴം നക്ഷത്രക്കാർക്ക് 2026 ആണ്ട് ശോഭനമായ ഒരു ഭാവി തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പുതിയ കടമകളും ഉത്തരവാദിത്വങ്ങളും നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് കോപം നിയന്ത്രിക്കാതെ വരുന്ന ഒരു സവിശേഷ സ്വഭാവം നിങ്ങൾക്കുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഈ സമയത്ത് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ വരുമാനവും ഉണ്ടാവുന്ന മറ്റൊരു ജോലി കൂടി, ഒരു പാർട്ട് ടൈം ജോലി കൂടി നിങ്ങൾ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുമാന വർധനവ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഭൂമി കൊടുക്കൽ വാങ്ങലിലേക്ക്, ഭൂമിയുടെ ക്രയവിക്രയങ്ങളിലൊക്കെ ലാഭത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യാപാരത്തിലൊക്കെ നിങ്ങൾക്ക് പുരോഗതിയുടെ കാലം തന്നെയാണ് ജനുവരി ഫെബ്രുവരി മാസം. ഉത്സാഹവും ഉന്മേഷവും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ദീർഘനാളായിട്ട് കോടതി വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് കേസുകളിലൊക്കെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. തൊഴിൽ തർക്കങ്ങളൊക്കെ ഒരുവിധം മാറി കിട്ടുന്നതാണ്. അതുപോലെ ചന്ദ്രൻ്റെയും ശുക്രൻ്റെയൊക്കെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ധനയോഗം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെച്ചപ്പെടും. ജീവിതത്തിൻ്റെ നാനാ തുറകളിലൂടെയുള്ള സൗഹൃദം, പല രീതിയിലുള്ള ആൾക്കാരുടെ സൗഹൃദം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. സഹോദരങ്ങളോട് വിധേയത്വവും തുറന്ന സ്നേഹവും ഒക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ പ്രവർത്തന രംഗത്ത് പൂർവാധികം നിങ്ങൾ ശോഭിക്കും. നേരത്തെക്കാളും ബെറ്ററായിട്ട് നിങ്ങളുടെ ജോലിയിലൊക്കെ ശോഭിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവായിട്ട് പറയേണ്ട, ആലോചനയില്ലാതെ സംഭാഷണങ്ങളും എടുത്തുചാട്ടമൊക്കെ മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്ക് പാത്രമാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി ബന്ധുക്കളുമായിട്ട് കലഹിക്കാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട്. അതുകൊണ്ടും ആ സമയത്ത് ഈ ഫെബ്രുവരി മാസം ഫസ്റ്റോടുകൂടിയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ചെറിയ കലഹത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ രോഗശൈലി കിടക്കുന്നവരൊക്കെ സൂക്ഷിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ സ്വജനങ്ങൾക്കും കുടുംബത്തിനും അഭിവൃദ്ധി ഉണ്ടാവുമെങ്കിലും സ്വന്തം കാര്യത്തിൽ വേണ്ടത്ര മേന്മ ഉണ്ടാകുകയില്ല. ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഗുണമുണ്ടാകുമെങ്കിലും നമുക്ക് വേണ്ടത്ര ഗുണമൊന്നും ഉണ്ടാകത്തില്ല. ഷെയർ മാർക്കറ്റ് ബിസിനസ്, അഥവാ ഗൃഹക്കച്ചവടത്തിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വരുമാനത്തിലൊക്കെ വർധനവ് തീർച്ചയായിട്ടും കൂടും. കാർഷിക വരുമാനത്തിൽ വർധനവുണ്ടാവും. അതുപോലെ തന്നെ ദീർഘനാളായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ ഇടപെട്ട് ഉണ്ടായിരുന്ന പിതൃസ്വത്ത് നിങ്ങൾക്ക് അനുഭവയോഗ്യമാകും. എന്നാൽ ദമ്പതിമാർക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കൊക്കെ ഗുണകരമായ സമയമല്ല. ഇണയുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ധാരാളം ദൂരയാത്രകളും ചെയ്യേണ്ടി വരുന്ന സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. ചിലരുടെയൊക്കെ വീടുകൾക്ക് ഗൃഹത്തിന് അറ്റകുറ്റപ്പണികളൊക്കെ നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ ഏതൊരു വിപരീത കാര്യത്തെയും കഠിനമായ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിലേക്കൊരു സ്വഭാവം വളർന്നു വരുന്നതാണ്. ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ഈ സ്വഭാവം കാരണം. യാത്രാക്ലേശം അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന സമയമാണ്. അനാവശ്യ യാത്രകൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നേത്രയോഗം നിങ്ങൾ അലട്ടുന്നതാണ്. കണ്ണിന് അത്ര കണ്ട് ഗുണകരമായ സമയമല്ല. ചെറിയ വിഷമതകളൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട്, ഒപ്താമോളജിസ്റ്റിനെ കണ്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം. നിങ്ങൾക്ക് ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോൾ വരവ് തീർച്ചയായിട്ടും കുറയും. എന്നാൽ അനാവശ്യ ചിലവുകളൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ്. അനാവശ്യ ആശങ്കകളൊക്കെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഫെബ്രുവരി മാസം. ആരോഗ്യകാര്യത്തിലൊക്കെ പറയത്തക്ക വ്യത്യാസങ്ങളൊന്നും ഫെബ്രുവരി മാസം അവസാനമാകുമ്പോൾ കാണുന്നില്ല. മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് സമയമൊക്കെ കണ്ടെത്തുന്നതാണ്. അവരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ കണ്ടെത്തുന്നതാണ്. എന്നാൽ ദമ്പതികൾക്ക് അത്ര ഗുണകരമായ സമയവുമല്ല. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ സമയമാണ്. മത്സര പരീക്ഷയിലൊക്കെ വിജയിക്കാൻ പറ്റുന്ന സമയമാണ്. മൊത്തത്തിൽ ഗുണാനുഭവം വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ ചില ദോഷഫലങ്ങൾ ചെറുതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ കാലം കൂടുതൽ അനുകൂലമായിട്ടാണ്, സാമ്പത്തിക രീതിയിലൊക്കെ അനുകൂലമായിട്ടാണ് കാണുന്നത്. എന്നാലും നിലവിലുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഗുണഫലങ്ങളുടെ മാറ്റു വർദ്ധിക്കാനുമായിട്ട് നിങ്ങളൊക്കെ ഹനുമത് പ്രീതി നേടുന്ന ഗുണകരമായിരിക്കും. ഹനുമത് ക്ഷേത്രങ്ങൾ ദർശിക്കുക, അല്ലെങ്കിൽ ശ്രീരാമ ക്ഷേത്രം ദർശിച്ചിട്ട് ഹനുമത് പ്രീതിക്ക് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാ ചൊവ്വാഴ്ചയും കാർത്തിക ഭഗവാനെ സ്മരിക്കുന്നത്, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുന്നത് ഗുണകരമാണ്. ഭഗവാന് 21 നാരങ്ങാമാല കൊടുക്കുക, സ്കന്ദപുരാണ പാരായണം ചെയ്യുക, പാലഭിഷേകം ചെയ്യുക, കാവടി ഏന്തി ഭഗവാന് പ്രദക്ഷിണം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യത്താൽ നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.